നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. പ്രളയജലത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള ഭൂമിയെ ഉയർത്താൻ ഭഗവാൻ എടുത്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വരാഹാവതാരത്തിനെ കുറിച്ചിട്ടുള്ള 11ാമത്തെ ദശകമാണ് ഇതിനെ തുടർന്നിട്ട് വരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഭട്ടതിരിയുടെ മനസ്സ് കുറച്ചുകൂടെ ബലപ്പെട്ടു, ശരീരത്തിൽ വീണ്ടും കുറച്ച് സുഖമൊക്കെ വന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അസാമാന്യ നിരീക്ഷണ ബുദ്ധിയുള്ള സാധകനാണ്. ചുമ്മാ വെറുതെ എന്തെങ്കിലും ഏതോ പുസ്തകത്തിൽ വായിച്ചതിനെ വീണ്ടും അരച്ച് കലക്കി വേറെ രൂപത്തിലാക്കിയിട്ട് ഒരു കവിത എഴുതി വെച്ചൊന്നുമല്ല. നല്ല ഒബ്സർവേഷൻ ഉണ്ട് അദ്ദേഹത്തിന്. അതിന് ഇൻഫറിയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ പഠിച്ചിട്ടാണ് എഴുതണത്. പ്രപഞ്ചത്തിൻ്റെ ഗാംഭീര്യം മാത്രം കണ്ടിട്ട് അദ്ദേഹം മുഴുകണമൊന്നുമില്ല. സൃഷ്ടിയുടെ ധാർമ്മികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ സൈക്കോളജിക്കൽ വശങ്ങളെ ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സൃഷ്ടി എന്ന് പറഞ്ഞിട്ടിരിക്കില്ല, ഈ സൃഷ്ടി എന്തൊക്കെ കുഴപ്പമുണ്ടാക്കിയെന്ന് ആലോചിക്കുന്നുണ്ട്. ഭട്ടതിരി ആലോചിക്കുകയാണ്. ഭാഗവത്തിൽ പോലും നമുക്കതധികം കാണാൻ പറ്റില്ല. ഞാനതാ പറഞ്ഞു, ഭാഗവതത്തിനെ ഭട്ടതിരി വായിച്ചറിഞ്ഞതാണ് നാരായണീയം. ഭട്ടതിരിയുടെ ചിന്തയാണത്. എന്നിട്ട് പറയുക, ബ്രഹ്മാവ് സൃഷ്ടിച്ച 5 വികാരങ്ങൾ മനുഷ്യൻ്റെ ഹൃദയം നേരിടുന്ന 5 ശത്രുക്കളാണെന്ന്. അത് ഭട്ടതിരി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത്, അസ്മിതയും മിഥ്യാഗ്രഹമൊക്കെ. പ്രപഞ്ചശാസ്ത്രത്തിനെ അദ്ദേഹം സൈക്കോളജിയായിട്ട്, കോസ്മോളജിയെ സൈക്കോളജിയായിട്ട് കാണുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടനയെ നമ്മുടെ മനസ്സിൽ കാണുകയാണ്. പ്രപഞ്ചത്തിൽ ഇതൊക്കെ ഉണ്ട്, അതിനെ നമ്മുടെ മനസ്സിലും കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ വെറും വികാരപരമല്ല, കറക്ഷനിലും ശരണാഗതിയിലും ബേസ്ഡാണ്. നമ്മുടെ ഭക്തിയും അങ്ങനെ ആവണം. വെറുതെ വികാരം കാണുമ്പോഴേക്കും കരയാവുക അതല്ല. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ നമ്മളോട് വന്നിട്ട് പറയണേ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അത് തന്നെ ചെയ്യുക. ഭഗവാനെ എനിക്ക് നിന്നെ കണ്ടാൽ കരച്ചിൽ വരുന്നുണ്ടല്ലോ, അത് ഭക്തിയല്ലേ ചോദിക്കും. ഭഗവാൻ പറയും, നോ 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 ഇറ്റ് ഈസ് നോട്ട്, ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ പറയണത് കേൾക്കുകയും അനുസരിക്കുകയും കൂടെ ചെയ്യണം. അതുകൊണ്ട് ഭഗവാന്റെ തിരുത്തലിനും ഭഗവാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള ശരണാഗതിയും ശീലിച്ചു കൊണ്ട് വേണം ആ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് കരഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, വാവിട്ട് കരഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ തിരുത്താൻ തയ്യാറാവാതെ, തിരുത്തപ്പെടാൻ തയ്യാറാവാതെ മറ്റുള്ളവരെ തിരുത്താൻ മാത്രം പോണ പരിപാടി നിർത്തുക. 11ാമത്തെ ദശകം തൊട്ടാണ് ഭഗവാന്റെ അവതാരലീലകൾ ആരംഭിക്കുന്നത്. വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിട്ടുള്ള ജയവിജയന്മാർക്ക് സനകാദി മുനികളുടെ ശാപം കിട്ടുന്നതും അവർ ഹിരണ്യകശിവും ഹിരണ്യാക്ഷനുമായിട്ട് ജനിക്കണ കഥയാണ് ഇവിടെ പറഞ്ഞത്. രാവിലെ തന്നെ ഞാൻ പറഞ്ഞു, ജയവിജയന്മാരാരാ? മമതിയും അഹങ്കാരമാണെന്ന് പറഞ്ഞു. പടി 6 കടന്ന് ഈ 6 ചക്രങ്ങൾ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ഇതും കടന്ന് ആജ്ഞ എത്തുമ്പോഴാണ് അവരവിടെ കാവൽ നിൽക്കണം. അവിടെ എത്തിയിട്ടും അഹങ്കാരവും മമതിയും പോയില്ലെങ്കിൽ അവരെ ശപിക്കുക തന്നെ വേണം. അങ്ങനെ അവരെ ശപിച്ച് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നു. അവരാദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിവുമായിട്ട് സന്ധ്യാസമയത്തുണ്ടാവുന്ന സംയോഗത്തിൽ കൂടെ ജനിക്കുന്നു. അതുകൊണ്ടുള്ള സന്ധ്യാസമയം സംയോഗത്തിന് പറഞ്ഞിട്ടുള്ള സമയമല്ല. കശ്യപൻ മനസ്സിന് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഭർത്താവിൻ്റെ ധർമ്മം പ്രാപിക്കണ്ടേ, ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ശയിക്കുന്നത്. എന്നിട്ട് ശപിക്കുകയും ചെയ്യും. ഈ നേരത്തുണ്ടാവുന്ന ശിശുക്കൾ അസുരന്മാരായിട്ട് പോവും. പ്രദോഷം, ദോഷം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സമയം എന്നാണ് അർത്ഥം. ആ നേരത്തെ ആത്മാവിനെ ധ്യാനിക്കണം. അതുകൊണ്ടാണ് ശിവനെ ധ്യാനിക്കാൻ പറഞ്ഞത്. മനസ്സ് ഏറ്റവും പടയ്ക്കണ സമയമാണ് സന്ധ്യാനേരം. ചില നേരങ്ങളിൽ വീട്ടിലിരുന്ന് ഇറങ്ങി ഓടാൻ തോന്നും. സന്ധ്യാനേരത്ത് നോക്കിയിട്ടുണ്ടോ, വേഗം എവിടേക്കെങ്കിലും വേഷം കെട്ടി പുറത്തേക്ക് പോകണം തോന്നും, അല്ലെങ്കിൽ അമ്പലത്തിലെങ്കിലും പോകണം തോന്നും. പണ്ട് ഈ വിളക്ക് കൊളുത്തി വെച്ചിരുന്നതും ജപിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനമാണ്. ആ നേരത്ത് സൂര്യൻ മറയണത് കൊണ്ട് ജീവജാലങ്ങൾക്കൊരു വിഭ്രമത ഉണ്ടാവും. ഏറ്റവും ദുഷിച്ച വികാരങ്ങൾ വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് പ്രദോഷം. ആ സമയത്ത് ഭഗവാന്റെ നൃത്തം സ്മരിക്കണം എന്നാണ് പറയുക. പ്രപഞ്ച താളത്തിനെ സ്മരിക്കുക. അതാണ് നടരാജ നൃത്തത്തിനെ ആ സമയത്ത് നമ്മൾ പ്രദോഷ നൃത്തത്തിനെ സ്മരിക്കണതിൻ്റെ കാരണം. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജനനം എന്താണെന്നൊക്കെ നമുക്ക് ഭാഗവതം അത്യാവശ്യം നന്നായി വായിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ സദസ്സിലൊന്നും അത് വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. വൈകുണ്ഠത്തിൽ ഭഗവാന്റെ സ്വന്തം ആൾക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ ശത്രുക്കളായിട്ട് ജനിക്കേണ്ടി വന്നേക്കാം. ആർക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പുറത്ത് നിൽക്കാൻ ഞങ്ങൾ സ്വന്തം ആളുടെ ഞങ്ങളെങ്ങനെയാ ഞങ്ങളെ വിടൂ, ഞങ്ങളെന്തിനാണ് ഹിരണ്യാക്ഷന് ഹിരണ്യകശിപു ആവണമെന്ന് ജയനും വിജയനും ചോദിക്കാൻ അവസരമില്ല. നിങ്ങളാണ് ജനിക്കേണ്ടത്, പോയി ജനിക്കാമെന്ന് അവർ. സനകാദികളുടെ അടുത്ത് വൈകുണ്ഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാൻ തന്നെ പറയണം, നിങ്ങളുടെ വാക്ക് സത്യമായിട്ട് തീരട്ടെ, ഞാൻ തന്നെ അവരെ വധിച്ച് തിരിച്ചു കൊണ്ടുവന്നോളാന്ന് അവർ. 3 ജന്മങ്ങളിൽ കൂടെ ശുദ്ധീകരിച്ചിട്ട്. അങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തഭക്തരനുമായിട്ട്. അതാണ് ശിശുപാലൻ്റെ വധസമയത്ത് മാത്രമാണ് ഒരു ജ്യോതിസ് ഭഗവാനിൽ ലയിക്കണത്. കാരണം മോക്ഷ ജയൻ്റെ പോക്ക തിരിച്ചു പോക്കണം. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ
ശത്രുവിൻ്റെ ഉള്ളിൽ പോലും ഭഗവാന്റെ സ്മരണ നിലനിൽക്കണമെന്നുള്ളതാണ് ഈ ദശകത്തിൻ്റെ മർമ്മം. ഹിരണ്യാക്ഷം മറന്നോ? ഹിരണ്യകശിപു മറന്നോ ഭഗവാനെ? മറന്നില്ലല്ലോ. രാവണൻ മറന്നോ? കുംഭകർണം മറന്നോ? ശിശുപാലൻ മറന്നോ? ദന്തവക്തർ മറന്നോ? അവരൊക്കെ മഹാബുദ്ധിമാന്മാരാ. വേഗം തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ചീത്ത വിളിച്ചിട്ട് വധം മാടിയത്. കാരണം എന്താ വെച്ചാൽ സ്തുതിച്ചുകൊണ്ടിരുന്ന കാലങ്ങൾ എടുക്കുന്നറിയാം. ചീത്ത വിളിച്ചാൽ വേഗത്തിൽ. എൻ്റെ കയ്യിൽ വിരോധഭക്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. അത് കേട്ടിട്ട് നിങ്ങളാരും എന്നെ തല്ലാൻ വരരുത്. അതിൽ ഞാൻ പറഞ്ഞിരിക്കണം ഭഗവാനെ ചീത്ത വിളിക്ക് വേഗം രക്ഷപ്പെടാന്നാ. മഹാബുദ്ധിമാന്മാരാണ് ഹിരണ്യകശിപുവും രാവണനൊക്കെ. ഈ കമ്പരാമായണത്തിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, രാവണൻ അവസാന യുദ്ധത്തിന് പോകാൻ പടച്ചട്ടി ഇടുകയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു സ്ഥലത്ത്. രാവണൻ സ്വയം ചിന്തിക്കുകയാണ്, മോണലോകാണ്, തന്നെത്താൻ പറയാണ്. മണ്ഡോദരി പറഞ്ഞത് കേൾക്കണോ? രാമൻ്റെ കാൽക്കൽ പോയിട്ട് വീണിട്ട് മാപ്പപേക്ഷിച്ചാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഗുണദോഷ വിചാരം ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, കാൽക്കൽ പോയി വീണാൽ അദ്ദേഹം എനിക്ക് അഭയം തരും, ഭക്തനായിട്ട് എന്നെ ഇനിയും അനവധി കാലം ഈ ഭൂമിയിൽ പിടിച്ചിടും, പറ്റില്ല, എനിക്ക് മോക്ഷം കിട്ടണം, അതുകൊണ്ട് യുദ്ധം ചെയ്യാമെന്ന്. വീണ്ടും പടച്ചട്ടൊക്കെ എടുത്ത് കെട്ടി യുദ്ധത്തിന് പോയി രാമബാണം ഏറ്റ് ഭഗവാനിൽ ലയിക്കുകയാണ്. എന്താ രാവണൻ്റെ ബുദ്ധി എന്ന് ആലോചിച്ച് നോക്കൂ. അത് മനസ്സിലാക്കാൻ കമ്പർക്ക് സാധിച്ചു, നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ രാവണനെ മോശം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരൊക്കെ മഹാഭക്തന്മാരാ. ഹിരണ്യകശിപു ഭഗവാന്റെ മടി കിടന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ മടി കിടന്നാ മരണം. ആർക്കാ സാധിക്കിയത്? ഹിരണ്യകശിപുവിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്ന് പ്രഹ്ലാദന് വേണ്ടിയില്ല, പ്രഹ്ലാദനെ നിമിത്താക്കുക ചെയ്യണത്. ഹിരണ്യകശിപുവിൻ്റെ മോക്ഷമാണ്. ഹിരണ്യകശിപുവിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണ് ഭഗവാനെ വിളിച്ചു വരുന്നത്. ഇല്ലെങ്കിൽ ആ പാലാഴിയിൽ പാവം നല്ല താമരയുടെ മുകളിൽ മിണ്ടാതെ കിടന്ന വെജിറ്റേറിയനായ ഭഗവാനെ രക്തവും മാംസവും കടിച്ചു വലിക്കുന്ന ആളാക്കി കൊണ്ടുവരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു ഭക്തം വിചാരിച്ചാൽ ഭഗവാന്റെ ഐഡന്റിറ്റി മാറ്റിവിടാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നാരായണൻ നാരായണൻ എന്ന് വിളിച്ച് പൂജ്യം നാരായണന് വിരാൾ സ്വരൂപിയായിട്ട് കഴിക്കണ ആ ഗുരുവായൂരപ്പനെ ഒരു ഭക്തൻ ആ ഗുരുവായൂരപ്പൻ്റെ ആധാർ കാർഡ് മാറ്റിവിട്ടില്ലേ? ഉണ്ണിയാക്കി. പൂന്താനമാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിയാക്കിയത്. അതുവരെ ഉണ്ണിയല്ല, അത് കൃഷ്ണൻ നാരായണനൊക്കെ ആയിരുന്നു, വലിയ ആളായിരുന്നു. ഉണ്ണിയാക്കി വിട്ടത് പൂന്താനാണ്. പൂന്താനത്തിൻ്റെ കാലശേഷമാണ് ഗുരുവായൂരപ്പൻ കുട്ടിയായി പോയി. ഗുരുവായൂരപ്പൻ അങ്ങനെ ചെറുതായി, ആക്സസിബിളായി. അതാ സംഭവിച്ചത്. അപ്പോൾ ശത്രുവാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ സ്മരണ നിലനിന്നിരുന്നു എന്നാ പറയണത്. ജയവിജയന്മാരുടെ പതനം പറയുന്നുണ്ട്. മുനിമാർ വൈകുണ്ഠത്തിൽ വരുന്നു. നാരായണീയത്തിൻ്റെ ആ 11ാമത്തെ ദശകം സത്യം പറഞ്ഞാൽ കാലചക്രത്തിൻ്റെ ഒരു തിരിവ് കാണിക്കുന്നു. സൃഷ്ടി അതേവരെ നിലനിൽപ്പിന് വേണ്ടി കിടന്ന് സ്ട്രഗിൾ ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ സൃഷ്ടി ഒന്ന് ഉറച്ചു കഴിഞ്ഞ് ലോകമൊക്കെ ഒന്ന് വിസ്തരിച്ചപ്പോൾ അവരുടെ ഇടയിലടിയായി. അതിൻ്റെ കഥയാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം. ഒക്കെ നന്നായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. പുറത്തുനിന്ന് ആരും ആക്രമിക്കാനില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിനുള്ളിൽ അടി തുടങ്ങും. ഒരു കുഴപ്പവും പുറത്തുനിന്നില്ലെങ്കിൽ പിന്നെ വീട്ടിനുള്ളിലായിരിക്കും അടി. അതാണ് അകത്ത് സൃഷ്ടിയുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ബോധപൂർവം സംഘർഷങ്ങൾ സൃഷ്ടിയിൽ പ്രവേശിക്കുകയാണ്. അത് യാദൃശ്ചികമായിട്ടല്ല, മറിച്ച് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെ. വിദ്വേഷം പോലും ഈശ്വരങ്കലേക്ക് തിരിയുമ്പോൾ അത് അവനവനിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള പാതയായിട്ട് മാറും. അതാണ് വിദ്വേഷഭക്തിയുടെ സൈക്കോളജി. വൃത്രാസുരനെ വധിച്ചതിന് ശേഷം ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പരീക്ഷത്തിന് ആകെ സങ്കടവും വിഷമമൊക്കെ വരും. ശുഗമഹർഷി എടുത്ത് ചോദിക്കും, കൊച്ചുകുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കണ ചോദ്യമാണത് പലപ്പോഴും. അതെന്താ ഭഗവാൻ എപ്പോഴും അസുരന്മാരെ കൊല്ലണത്? അവരും പാവങ്ങളല്ലേ, എപ്പോഴും എന്താ അവരെ കൊല്ലണത്? ദേവന്മാരുടെ മാത്രം സൈഡ് എന്തിനാ പിടിക്കണത്? ഭഗവാൻ എല്ലാവരുടെയും അച്ഛനല്ലേ, ഈ അസുരന്മാരുടെയും സ്രഷ്ടാവ് ഭഗവാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളാണെങ്കിൽ പറയും, കുട്ടിയുടെ മിണ്ടാണ്ടിരിക്കുക, ഗുരുവായൂരപ്പൻ കോപിക്കും, അങ്ങനത്തെ ചോദ്യം ചോദിക്കും. ശുഗമഹർഷി അത് പറയണില്ല. ശുഗമഹർഷി പറയുക, പരീക്ഷത്തെ ഒന്നാം തരം ചോദ്യം. ഇതിൻ്റെ ഉത്തരം പണ്ട് നാരദ മഹർഷി നിന്റെ മുത്തച്ഛൻ യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് പറയാം എന്ന് പറഞ്ഞിട്ടാണ് നരസിംഹാവതാരം പറഞ്ഞത്. എങ്ങനെയാണ് വിദ്വേഷഭക്തി കൊണ്ട് അസുരൻ ഏത് ഭാവത്തിൽ പോകുന്നോ അതേ ഭാവത്തിൽ ഭഗവാൻ മോക്ഷം കൊടുക്കും. യദ്ഭാവോ തദ്ഭവതി എന്ന് പറയില്ല, ഏത് ഭാവമാണോ അതായി മാറുന്നത്. അതിൻ്റെ പോലെ തന്നെ ആ ഭാവത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഭഗവാൻ ഇങ്ങോട്ട് വരും. വൈരമായി പോയാൽ വൈരമായി വന്ന്, സ്നേഹമായി പോയാൽ സ്നേഹമായി വന്ന്, കരുണയായി പോയാൽ കരുണയായിട്ട് വന്ന്, ഏത് ഭാവമാണോ അങ്ങനെയാണ് മോക്ഷം. ഭഗവാൻ അല്ലാണ്ട് ഇരട്ടത്താപ്പ് നയങ്ങളില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയാണെന്നാണ് പറയുന്നത്. അന്തർമുഖമായിട്ട് മാത്രമേ നമുക്ക് ഈ ദശകം പഠിക്കാൻ പറ്റുള്ളൂ. 11ാമത്തെ ദശകം. അതിൽ ജയവിജയന്മാരുടെ പതനം, മുനിമാർ വൈകുണ്ഠത്തിൽ വരണതും വാതിലടയണതും ശാപവും പ്രാർത്ഥനയും ഭഗവാൻ ഓടി വരണതും, അതേമാതിരി എന്താ പറയുക, ലക്ഷ്മീദേവിയുടെ ഒപ്പം അത്ര ഓടി വന്നത്. ഗരുഡൻ്റെ തോളിൽ കൈവച്ചോണ്ടാണ് വന്നതെന്ന്, മേലെ കയറിയല്ല വന്ന്. ഒരു കൈ
ഗരുഡൻ്റെ തോളത്ത് കൈയിട്ടിട്ടാണ് അത്ര വന്നത്. ഒരു സഖാവ് കൂടെ വരണമാതിരിയാണ് ഭഗവാൻ വന്ന് തൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിലാണ് അത്ര വന്നത്. ഭഗവാൻ ഏറ്റവും വിഷമിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഭഗവാൻ പരീക്ഷിക്കും, പക്ഷേ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഭഗവാന് വലിയ സങ്കടമായി ജയവിജയന്മാർക്ക് ശാപം കിട്ടിയത്. അതേപോലെ തന്നെ സനകാദികളെ വെറുപ്പിച്ചതും ഭഗവാന് വിഷമമായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവരെ പരമദുഷ്ട ജന്മങ്ങളാക്കിയത്. എന്നാൽ എനിക്ക് വേഗം കൊണ്ടുവരാം, കൊന്നിട്ട് സ്നേഹിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കാലങ്ങളെടുക്കും. എൻ്റെ കുട്ടികളിൽ അവരെനിക്ക് കാവക്കാർ മാത്രമല്ല, എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ്. വേഗം തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് അവർക്ക് ഇങ്ങനൊരു ജന്മം കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്നതാണെന്നാണ് ഭട്ടതിരി സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ മുനിമാരെയൊക്കെ ശാന്തരാക്കണു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കൊടുക്കണം. അത് 6ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പോലും കാണാത്തൊരു സംഭവം സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. ഭക്തന്മാരായിട്ട് 7 ജന്മം തരാം, ശത്രുക്കളായിട്ട് 3 ജന്മം തരാം. ഇതിലേതാ വേണ്ടത് ചോദിച്ചു. എന്താ ചോദ്യം കണ്ടോ? ഞാൻ ഭക്തന്മാരുടെ 7 ജന്മം തരാം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. ശത്രുക്കളായിട്ട് ഞാൻ 3 ജന്മം തരാം, അതിലേതാ വേണ്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 3 ജന്മം അത് മതി. കാരണം ഭഗവാനിലേക്ക് തിരിച്ചു വിടണ വിദ്വേഷം പോലും ശ്രദ്ധയില്ലാത്ത ഭക്തിയെക്കാട്ടിലും നല്ലതാണ്. ശ്രദ്ധയില്ലാത്ത ഭക്തി നോക്കൂ, ഏറ്റവും കൂടെ മോക്ഷം കിട്ടാൻ പോണത് ദൈവമില്ല 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 എന്ന് പറഞ്ഞ ആൾക്കാർ. കാരണം അയാൾ എപ്പോഴും ദൈവം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വൈചിത്ര്യമാണ് ലോകത്തിൻ്റെ. ഭാഗവതത്തിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള സത്യമാണ് സംരംഭക യോഗം എന്ന് പറയും. വിദ്വേഷം കൊണ്ട് ഭഗവാനിലേക്ക് തിരിച്ചു വരാം. നാരദൻ പറയുന്നുണ്ട് ഏറ്റവും മികച്ച വഴി അതാണ്, പക്ഷെ സാധാരണക്കാർക്ക് പറ്റില്ല യുധിഷ്ഠിരാ. നാരദം പോലും സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. കാരണം നവതാഭക്തിയിൽ പെടുന്നില്ല അത്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം ഒന്നുമില്ല. വിദ്വേഷം അതൊരു ക്ലാസ് അപ്പാർട്ട്. അതെല്ലാവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു തലത്തിലുള്ളവർക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ യമന്മാരെ പോലുള്ള 2 ഇരട്ടകളുണ്ടായി. കൊടുങ്കാറ്റാണെങ്കിലും ആകാശത്തിനെ സേവിക്കണവരാ, ദുഷ്ടന്മാരാണെങ്കിലും അങ്ങനെയും ഭഗവാനെ സേവിക്കണവരായിട്ട് അവർ ജനിച്ചു. ഭഗവാന്റെ ധർമ്മത്തിനെ ഭൂമിയിൽ അതിൻ്റെ വിലയറിയിപ്പിക്കാൻ ഹിരണ്യായ നമഃ എന്ന് ജപിപ്പിച്ച് നാരായണായ എന്ന് പറയണതിൻ്റെ അഭാവത്തിൻ്റെ ആ കുറവിനെ പഠിപ്പിച്ചു തരാൻ സാധിച്ചു അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്. എപ്പോഴും നോക്കിയിട്ടുണ്ടോ, സംസ്കാരങ്ങളെ കുത്തിയിളക്കണ ആൾക്കാർ വരുമ്പോൾ അവരോട് നന്ദി പറയും, അവരെ നമസ്കരിക്കുകയും വേണം. കാരണം അവരാണ് നമ്മളെ വീണ്ടും ആയുധം എടുക്കാനും ബോധത്തോടെ ഉണരാനും പ്രേരിപ്പിക്കുന്നത്. അവർ വന്നിരിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. കാരണം ഇവിടെ ബോധം കെട്ട് ചോമ്പേരികളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അവർ വന്നിട്ട് പല വിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടും ഒക്കെ നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രകോപനം വേണം. പ്രകോപനം കൊണ്ടേ പ്രപഞ്ചത്തിൽ തിരുത്തൽ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിലിരിക്കും. വി വോണ്ട് റോക്ക് അവർ ബോട്ട്. വി ഹാവ് ടു റോക്ക് അവർ ബോട്ട്. നമ്മൾ ഇരിക്കണ വഞ്ചി ഇടയ്ക്കിടയ്ക്ക് ഒലയ്ക്കണം. ആരും ഒലച്ചില്ലെങ്കിൽ നമ്മൾ ഒലയ്ക്കണം. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ മടിയന്മാരാവും. ആ മടിയന്മാരായാൽ ധർമ്മം നശിക്കും. അത് വരാതിരിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ഹിരണ്യകശിപു, ഒരാൾ ഹിരണ്യാക്ഷൻ. സ്വർണത്തിൽ കണ്ണുള്ളവൻ ഹിരണ്യകശിപു അല്ല ഹിരണ്യാക്ഷൻ. സ്വർണം മാത്രം എല്ലായിടത്തും തേടി അന്വേഷിച്ച് നടക്കണവൻ ഹിരണ്യകശിപു. അത്യാഗ്രഹമാണ്. ഭൗതിക സുഖം അന്വേഷിക്കുന്നതൊക്കെ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമാണ്. സ്വർണം, അധികാരം, ഉടമസ്ഥാവകാശം, ഇങ്ങനത്തെ പേരുകളൊക്കെ കൊടുത്തിരിക്കുന്നു. പ്രാചീനമായിട്ടുള്ള എന്തൊക്കെ നെഗറ്റീവ് വാസനകൾ ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മൂർത്തരൂപമെടുത്ത രൂപത്തിലാണ് അവർ വന്നത്. അവർ ദൈവത്തിനെ നിഷേധിക്കുകയല്ല ചെയ്ത്. ഭഗവാൻ ഇല്ല എന്ന് നിരീശ്വരവാദി പറഞ്ഞമാതിരി പറഞ്ഞില്ല. ഭഗവാനെ വെല്ലുവിളിച്ചു, നീയാണോ വലുത് ഞാനാണോ വലുത്. വേറൊരു തലത്തിലാണ് കളി. ഭഗവാനെ നേരിട്ട് എന്തായാലും അവരുടെ ടൈപ്പ് ആൾക്കാർ ഇന്നില്ല. ഭഗവാനെ നേരിട്ട് വെല്ലുവിളിക്കണമെങ്കിൽ ഭഗവാൻ ഉണ്ടെന്ന് അംഗീകരിച്ചവർക്കല്ലേ വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ. അത് വിശ്വാസമാണ്. ഭഗവാൻ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പാണ്, എന്നിട്ട് വെല്ലുവിളിക്കണം. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഹിരണ്യാക്ഷൻ്റെ അഹങ്കാരം, തന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യരായിട്ട് ആരെയും കണ്ടെത്താനാവാണ്ട ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ പ്രപഞ്ച സമുദ്രത്തിലേക്ക് വലിച്ചഴയ്ക്കും. അഹങ്കാരത്തിന് എതിർക്കാൻ ആരെയും കണ്ടെത്താതെ വരുമ്പോൾ അത് തൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരത്തിനെ തന്നെ ആക്രമിക്കുന്നുള്ളത് ലോകസത്യമാണ്. നമ്മൾ ഇരിക്കണ കൊമ്പ് മുറിക്കും നമുക്ക് എതിരിടാൻ ആരും ഇല്ലാണ്ടായ. എവിടെയെങ്കിലും കൈത്തരിപ്പ് തീർക്കണേ. ആ എവിടെയെങ്കിലും കൈത്തരിപ്പ് തീർക്കാൻ ചില ആൾക്കാരുണ്ട്, കണ്ടിട്ടില്ലേ? പൂരപ്പറമ്പിൽ പോയാൽ കാണാം അടി ഉണ്ടാക്കാനാണ് വരിക. കണ്ടിട്ടുണ്ടോ? വെറുതെ ഒരാൾ, ഞാൻ പറയാറുണ്ട് തമാശയ്ക്ക്, നമ്മളിങ്ങനെ നിൽക്കുകയായിരിക്കാൻ നോക്കിയാൽ എന്താ നോക്കണേ, എന്താ നോക്കണേ, നീ എന്താ നോക്കണേ, ഒരൊറ്റ അടി തുടങ്ങി. ഭീരുക്കളിൽ വെച്ച് ഭീരുക്കളാണ് അവർ.
മഹാപേടിത്തൊണ്ടന്മാരാണ് ഈ പുറമേക്ക് ഇങ്ങനെ കാണിക്കുക. ഹിരണ്യാക്ഷൻ അതായിരുന്നു, തല്ലാൻ നോക്കി നടക്കണം, ആരാ തല്ലാൻ കിട്ടുക. അങ്ങനെ കൈത്തരിപ്പ് തീർക്കാൻ പറ്റാണ്ടപ്പോൾ താൻ നിൽക്കുന്ന ഭൂമിയെ തന്നെ വലിച്ച് കടലിലേക്ക് കൊണ്ടിട്ടു എന്നാ പറഞ്ഞു. ഇത് വാസ്തവത്തിൽ അഹങ്കാരം തടസ്സമില്ലാണ്ട് വളരുമ്പോൾ അത് ഈ ഭൂമിയെ മുഴുവൻ തന്നെ മുക്കാൻ ശ്രമിക്കും. ഭൂമിയെ തന്നെ മുക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞു. ഹിരണ്യാക്ഷൻ ആ സമയത്ത് വരുണൻ്റെന്ന് കേൾക്കുകയാണ്. വരുണൻ അവിടെ നിൽക്കണ കണ്ടു. ഇങ്ങോട്ട് വാ, നമുക്ക് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. വരണം പറഞ്ഞു. ഞാനില്ല, നിനക്ക് പറ്റി ഒരുത്തണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുമ്പോൾ ആ തെരച്ചിലാണ്. ഹിരണ്യാക്ഷൻ എന്നിട്ട് കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, വിദ്വേഷത്തിലാണെങ്കിലും തല്ലാനാണെങ്കിലും ആരെ തേടിയിട്ടാണ് ഓടുന്നത്? ഭഗവാനെ തേടിയിട്ടാണ് ഓടുന്നത്. അതും സീക്കറല്ലേ, അന്വേഷിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഹിരണ്യാക്ഷൻ എത്ര ഭാഗ്യവാനാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ അന്വേഷിച്ചിട്ടാണ് ഓടുന്നത്. ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഓടുകയാണ്. എന്നിട്ട് പറയാണ്, ഭക്തന്മാർക്ക് കാണാൻ മാത്രം കഴിയണ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേന്ന് അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പറയുക, നമുക്ക് നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുമ്പോഴും നീരസം വരുമ്പോഴോ വിദ്വേഷം വരുമ്പോഴോ അതിനെ അടിച്ചമർത്തരുത്. അതിനെ ന്യായീകരിക്കാനും പോണ്ട. എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാ ദേഷ്യം വന്ന്, എന്തിനാക്കെ ജസ്റ്റിഫൈ ചെയ്യണം? അതൊന്നും പറയണ്ട, അതൊക്കെ സഹജമാണ്. ദേഷ്യം വരുന്നത് അവകാശമാണ്, അത് വരും. അത് വരുന്നതിന് പകരം അങ്ങനെ ന്യായീകരിക്കുന്നതിന് പകരം അതിനെ ഭഗവാന്റെ നേരെ തിരിച്ചു വിടുക. ഭഗവാനെ, എനിക്ക് വന്ന ഈ കോപവും നിൻ്റെയാണ്, അങ്ങേക്ക് ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് എന്നോട് ചെയ്തു കൊള്ളുക പറയാം. എനിക്ക് വന്ന കോപം അത് നിൻ്റെയാണ്, നിനക്ക് തന്നിരിക്കണു, നീ ഇനി എന്നെ എന്താച്ചാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കണം. ജയവിജയന്മാർക്ക് ഈ രഹസ്യം അറിയായിരുന്നു. അവരവരുടെ കോപത്തിനെ ഭഗവാന്റെ നേരെ തിരിച്ചു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ളത് എന്താച്ചാ ചെയ്തോ എന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് അവിടെ പോയി നിന്ന് കൊടുത്തു. അപ്പോൾ ഒരാളെ മാന്തി കൊന്നു, ഒരാളെ ചെകിടത്തടിച്ചു കൊന്നു ആദ്യം. പിന്നെ ഒരാളെ അമ്പെയ്ത് കൊന്നു, മറ്റൊരാളെ അമ്പെയ്ത് കൊന്നു. മറ്റു രണ്ടാൾക്കാരെ ചക്രം കൊണ്ട് അറുത്തും കൊന്നു. ഓരോ ജന്മത്തിലും ആ ആയുധങ്ങൾക്ക് പോലും പ്രാധാന്യം ഉണ്ടാവുമെന്നും പറയാൻ സമയമില്ല. അത്രയും മഹത്താണ് ആ കഥകൾ.